ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും ജയിക്കുമ്പോഴുമൊക്കെ ആഹ്ലാദം പങ്കിടാനും പ്രവർത്തനത്തിലുമെല്ലാം സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഒരേപോലെയാണ് നിൽക്കുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോൾ സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തമുണ്ട്. അതിൽ മുസ്ലിം സ്ത്രീകളും ധാരാളമായിട്ടുണ്ട്. കൈകൊട്ടുന്നതും തുള്ളി കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വടകരയിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് ഒരു വോയിസ് സന്ദേശം അയക്കുന്നു. ഈ പറയുന്ന ആഘോഷ പരിപാടികളിൽ മതപരമായ നിയന്ത്രണങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും പങ്കെടുക്കണ്ട. ഈ റോഡ് ഷോ ഒക്കെ വരും, അപ്പോൾ സൈഡിൽ നിന്ന് കൈപൊക്കി കാണിച്ചാൽ മതി. എന്ത് സന്ദേശമാണ് ഇതിലൂടെ പകർന്നു നൽകുന്നത്? മതത്തിൻ്റെ സന്ദേശം. അവരുടെ മതത്തിന് അതിനൊരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് ലംഘിക്കാൻ പാടില്ല. അതാണ് ആ സന്ദേശത്തിൻ്റെ അർത്ഥം. വടകരയിൽ UDF എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സ്ഥാനം. വടകര ആയാലും എന്താ, കൊട്ടാരക്കര ആയാലും എന്താന്ന്, മതമല്ലേ. അതനുസരിച്ച് സ്ത്രീകൾ ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടല്ലോ, ഈ സ്ത്രീകൾ അവർ സ്വതന്ത്രരായിരിക്കണം, അതൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ആ സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, അതവരുടെ ചോയ്സാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം തല മൊത്തം മറച്ചുകൊണ്ട് നടക്കുന്നത്, മറ്റേ കണ്ണ് മാത്രം കാണുന്ന വസ്ത്രം ഇടുന്നത്, അത് ഞങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ വേഷം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. അതേസമയം ഹിന്ദുവിന് കഥകളി വേഷം ഇട്ട് ബസ്സിൽ കയറാമോ? ഇല്ല, അതിന് സ്വാതന്ത്ര്യമില്ല. ഇസ്ലാമിന് ചില പ്രത്യേക സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവരുടെ മതമുണ്ട്, അതാണ് സുപ്രീം. മനസ്സിലായോ? കുറഞ്ഞ പക്ഷം മുസ്ലിം സ്ത്രീകളെങ്കിലും അതനുസരിക്കണ്ടേ? മറ്റ് സ്ത്രീകളെ കൊണ്ട് താമസിയാതെ അവരനുസരിപ്പിക്കും. ഇപ്പോൾ തൽക്കാലം അവരുടെ മതത്തിലെ സ്ത്രീകളോട് അവർ പറയുന്നു, ഇത്രയും തുള്ളിയത് മതി. ദാറ്റ് ഈസ് ഓൾ. അതവരുടെ മതത്തിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിതൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ബട്ട് അവർ പറയുന്നതാണ് അവരുടെ മതം. ഞാൻ പറയുന്നത് അവരുടെ മതം അതില്ല. അവരുടെ മതം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അങ്ങനെയാണ്. യു കനോട്ട് ഹെൽപ്പ്. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, അവിടുത്തെ മുസ്ലിം കേന്ദ്രീകൃതമായ കുറേ വോട്ടുകൾ സ്വാംശീകരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാഫി പറമ്പിൽ അവിടെ നിർത്തിയത്. അപ്പോൾ സ്വാഭാവികവും ഈ മുസ്ലിം വനിതകളല്ലേ, ലീഗ് വനിതകളൊക്കെ ഈ ഒരു അവർ വോട്ട് ചെയ്താൽ മതിയെന്ന് റോഡിൽ കിടന്ന് തുള്ളുന്നതിനാ? ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഷാഫി വരുമ്പോൾ വായി നോക്കി നിന്ന് കയ്യും പൊക്കി തുള്ളി കളിക്കുന്നത് ഇസ്ലാമാണോ? ഷാഫിക്ക് വോട്ട് ചെയ്യുക, ബിക്കോസ് ഷാഫി ഈസ് എ മുസ്ലിം. ഷാഫിക്ക് വോട്ട് ചെയ്യുക, ഇത് മാത്രമേ നിങ്ങളുടെ ഡ്യൂട്ടി ഉള്ളൂ. അല്ലാതെ അയാൾ വരുമ്പോൾ റോട്ടിലിറങ്ങി തുള്ളേണ്ട അതൊന്നും നിങ്ങളുടെ ഡ്യൂട്ടിയില്ല, അത് ചെയ്യുകയും വേണ്ട. അയാൾ ജയിച്ചു കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്താ റോള്? പോയി അടുക്കളയിൽ പോയി ജോലി എന്താണെന്ന് വെച്ചാൽ നോക്കടി. ഇതിലെന്താ കുഴപ്പം? ഇതാണ് മാതൃകാ ഇസ്ലാം എന്ന് അവർ പറയുന്നു. ഞാൻ പറയുന്നതല്ല, അവർ പറയുന്നു. അതിന് താളത്തിന് തുള്ളനായിട്ട് ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ്സും ഉണ്ട്. ഷാഫി പറമ്പിൽ തിരിച്ചൊരു ആഹ്വാനം കൊടുക്കുക, മുസ്ലിം സ്ത്രീകൾ ധൈര്യമായിട്ട് റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്ന് പറയുമോ? ഇല്ല. അത് പറയാൻ നാക്കോ നട്ടല്ലോ ഉള്ള ഒറ്റ ഒരുത്തൻ കേരളത്തിലില്ല. എന്നിട്ട് സുനിജി എന്നോട് ചോദിക്കുന്നു, സ്ത്രീകൾ തേങ്ങയാണ്, സ്ത്രീകൾക്ക് പുല്ല് വിലയാണ് ഇസ്ലാമിൽ. അത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാം പറയുന്നതാണ്. എനിക്കിതിലൊരു താല്പര്യമില്ല. എനിക്ക് മുസ്ലിം സ്ത്രീകൾ വീട്ടിനകത്ത് അടച്ചിരിക്കണമെന്ന് അഭിപ്രായമുള്ളവനല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് എന്താ പ്രസക്തി? സുനിജിയുടെ അഭിപ്രായത്തിന് എന്താ പ്രസക്തി? അത് തലക്കെട്ടും താടിയുള്ള ആൾക്കാരുണ്ട് ഇത് പറയാൻ. അതവർ ചെയ്യും, പ്രവർത്തിക്കും. അതിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJPയോ ഇല്ല. നോ വൺ ഈസ് ദെയർ. പക്ഷേ ഈ പറഞ്ഞ സ്ത്രീ സ്വാതന്ത്ര്യക്കാരും ഇല്ല. ഇതേ സാധനം ഹിന്ദു സ്ത്രീയോടൊന്ന് പറഞ്ഞു നോക്കി, കേരളം മുഴുവൻ പൊട്ടി പുറപ്പെട്ട് അയ്യോ റോഡിൽ കൂടെ വഴി നടക്കാൻ മേലാതെയാകും. സെയിം തിങ് പറഞ്ഞാൽ മതി. പക്ഷേ ഈ മുസ്ലിം ലീഗ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈ ഇരുളടഞ്ഞ പാർട്ടിയൊന്നുമല്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം വനിതയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കോഴിക്കോട്ട്. അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഈ മുസ്ലിം ലീഗിലെ വനിതകളെയൊക്കെ തുള്ളിക്കളിക്കേണ്ട, നിങ്ങൾ മതത്തിന് അടിമപ്പെട്ട് നിന്നാൽ മതി? അവർ തുള്ളിക്കളിച്ചൊന്നുമില്ല. അവർ സ്ഥാനാർത്ഥിയായി അത്യാവശ്യം ഒന്ന് അവിടെ ഇവിടെയൊക്കെ പോയി കഴിയും, ഇത്രയേ ഉള്ളൂ. അത് തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതിനുശേഷം മുസ്ലിം സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയായിട്ടുമില്ല. അപ്പോൾ അതൊക്കെ ഈ മുസ്ലിം സ്ത്രീകൾ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കാൻ നോക്കും, ഒറ്റ അടി വെച്ച് കൊടുക്കും, പിന്നെ ഒരു 5 കൊല്ലം 10 കൊല്ലം മിണ്ടാതെ കിടക്കും,
പിന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ അല്പം ധൈര്യമൊക്കെ സംഭരിച്ച് തലപൊക്കും, പിന്നെയും കൊടുക്കും അടി. അങ്ങനെയാണ് ഇത് തുറന്നിരിക്കുന്നത്. ഈ CA പോലുള്ള സമരങ്ങളൊക്കെ വന്ന സമയത്ത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ, ഈ മുസ്ലിം ലീഗിൻ്റെ വനിതാ വിങ്, MSF, ഹരിത എന്നൊക്കെ പറഞ്ഞാൽ അവർ വന്നു, അവർ തുള്ളിക്കളിക്കുന്നു. പിന്നെ മലപ്പുറത്തും കാസർഗോട്ടും അടക്കം, അതായത് മുസ്ലിം കേന്ദ്രീകൃത മേഖലകളിലൊക്കെ ഇവർ ഇറങ്ങി പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങി വരാൻ ഭയങ്കര ത്വരയുണ്ട്. അപ്പോൾ അതിനെ അടിച്ചമർത്തിയാലൊക്കെ നിൽക്കുമോ? അവരിനിയും വരില്ലേ? അത് ഇനിയും വരും, ഇനിയും അടിച്ചമർത്തുകയും ചെയ്യും. കാരണം ഈ അച്ചടക്കം ഒരു തുടർ പ്രക്രിയയാണല്ലോ. ഒരു തവണ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് അവസാനിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ചെയ്യാനുള്ള വാസന വരും, വീണ്ടും നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ചാണ് ഇസ്ലാമിൽ സ്ത്രീകളെ നിർത്തുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരാൾ പറഞ്ഞു അത് അവസാന വാക്കായി എല്ലാവരും അതനുസരിച്ചു, അങ്ങനെയില്ല. മനുഷ്യ സ്വഭാവം അനുസരിച്ച് ഈ സ്വാതന്ത്ര്യം വാങ്ങിച്ച എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടും. പിന്നെ ചില അജിറ്റേഷനിലൊക്കെ അവർ മനഃപൂർവ്വം സ്ത്രീകൾ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. കാരണം ഇപ്പോൾ ഹ്യൂമൻ ഷീൽഡ് എന്ന് പറയുന്ന പോലെ വിമൻ ഷീൽഡുണ്ട്. ഒരു സമരത്തിന് മുമ്പിൽ സ്ത്രീകളെ നിർത്തിയാൽ പോലീസിന് ലാത്തി ചാർജ് ചെയ്യാൻ പറ്റില്ല, വനിതാ പോലീസ് വരണം. എങ്ങനെ പോയി കഴിഞ്ഞാലും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഉള്ളെടുത്ത് അങ്ങനെയാണ് ഡൽഹി, ഷഹീൻ ബാഗ്, ഈ CA സമരത്തിലൊക്കെ അതൊരു ആയുധമാക്കി, ഒരു പരിചയമാക്കി സ്ത്രീകളെയും കുട്ടികളെയും അവർ ഉപയോഗിച്ചിരുന്നു. അത് ഇസ്ലാമിൽ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഒരു സ്വഭാവം എന്നുള്ള നിലയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊക്കെയാണ്. പഴയ കാലത്ത് മുസ്ലിം വനിതകൾ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് പിന്നോക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കുറേ പേര് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, അവർക്ക് കുറേ നല്ല ചിന്തകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു നേതാവ് പറയുകയാണ് നിങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അനുസരിക്കും. അവർ നാളെ ഈ ഷാഫി പറമ്പലിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ച് ഫ്രണ്ടിൽ പോയിക്കൂടെ? കാരണം എന്തായാലും UDF നേതാക്കൾ കുറേ സ്ത്രീകൾ വരും. പോയാൽ വിവരം അറിയാം. നാളെ പോകാം, തുള്ളാം, പക്ഷെ മറ്റന്നാൾ മുതൽ എന്തായിരിക്കും ജീവിതം എന്നാലോചിക്കണം. ഈ തുള്ളിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ മുസ്ലിങ്ങളിൽ ആരെങ്കിലും തയ്യാറാകുമോ? അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ പെൺകുട്ടിക്ക് പിന്നെയും മുന്നോട്ട് ജീവിക്കണ്ടേ, വീട്ടിലും നാട്ടിലും ഒക്കെ. ലൈഫ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അങ്ങനെ റിസ്ക് എടുക്കുന്ന ചില കുട്ടികളൊക്കെ ഉണ്ട്. അവർ അതിൻ്റെ കോൺസിക്വൻസസും അവരനുഭവിക്കും. നിസ്സാര സംഗതിയല്ല ഇത്, ഒരു സൊസൈറ്റിയിൽ വിപ്ലവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഈ ആഘോഷ പ്രകടനങ്ങളൊക്കെ പങ്കെടുത്തത് പെൺകുട്ടികളായിരുന്നില്ല, മുതിർന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമേറിയ സ്ത്രീകൾ. നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ളവരുമായിക്കോട്ടെ വീട്ടിൽ തല്ലു വാങ്ങുന്നവർ, അടിക്കും, പൂട്ടിയിടും, ഭക്ഷണം കൊടുക്കാതിരിക്കും, പല രീതിയിൽ ദ്രോഹിക്കും. സോഷ്യൽ ബോയ്ക്കോട്ട് അതിഭീമമാണ്. അത് ഭയന്നിട്ടാണ് പല വീട്ടുകാരും ഇവരെ പൂട്ടിയിടുന്നത്. നീ പുറത്ത് പോകണ്ട, സോഷ്യൽ ബോയ്ക്കോട്ടുണ്ടാകും. ആ സമയത്ത് രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതേസമയം ഇതേ കാര്യം ഞാൻ ഈ പറയുന്നത് ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ നിങ്ങളൊരു ടാർഗറ്റുണ്ടല്ലോ, ശശികല ടീച്ചർ, അവർ പറയുകയാണ് പൊതുയോഗത്തിനും പരിപാടിക്കൊന്നും ഹിന്ദു സ്ത്രീകൾ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്താകും ഇവിടെ ബഹളം ഇല്ലേ? ഇതാണ് വ്യത്യാസം. ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ് റിലിജിയൻ ഇസ്ലാം. ഇറ്റ് ഹാസ് ഗോട്ട് സർട്ടൻ പ്രിവിലേജസ്. ഇറ്റ് ഈസ് എബവ് ഓൾ അതർ തിങ്സ്. ഹിന്ദു, ക്രിസ്ത്യൻ, CPM, കോൺഗ്രസ്, BJP, ജനതാദൾ, ഇതിനൊക്കെ മുകളിലാണ് ഇസ്ലാം. യു കനോട്ട് ക്രിട്ടിസൈസ് ദം. നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഈ വിപ്ലവം സൃഷ്ടിക്കുന്ന പാർട്ടിയൊക്കെ CPM എന്ന് പറയുന്ന മതപരമായ നിയന്ത്രണങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങലക്കൂടുകളൊക്കെ എറിഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം കൂടെ ഒന്ന് വരുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കി. മുസ്ലിം സ്ത്രീകൾ അങ്ങനെ സംഭവിച്ചൂടെ? ഇല്ല, അതൊക്കെ വെറുതെ സങ്കല്പിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും വരില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അപ്പോൾ ലീഗിൻ്റെ ഒരു നിലപാട്? അങ്ങനെ സംഭവിച്ചതാണല്ല ഇറാനിൽ. എന്ത് സംഭവിച്ചു? കുറേ പേരെ നാട് കടത്തി, കുറേ പേരെ ജയിലിലിട്ടു, അടിച്ചമർത്തി കഴിഞ്ഞു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അറ്റ്ലീസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ അത് സംഭവിക്കില്ല. അപ്പോൾ എല്ലാ കാലത്തും മുസ്ലിം സ്ത്രീകൾ അടിമകളായി തന്നെ തുടരും എന്നാണ് പറഞ്ഞു വരുന്നത്. തുടരുമെന്നാണ് അവർ, തുടരണം എന്നാണ് അവരുടെ മതം അനുശാസിക്കുന്നത് എന്ന് അവർ പറയുന്നു. എനിക്കറിയില്ല, അവർ പറയുന്നതാണ്.
ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ. ജനാധിപത്യമൊന്നും ഈ ഇസ്ലാമിന് ബാധകമില്ല. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. ആ ജനാധിപത്യമാണോ അല്ലെന്നൊക്കെ അവർ തീരുമാനിച്ചോളും. നിങ്ങൾക്കാർക്കും അതിലിടപെടേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളുടെ കാര്യം ഇസ്ലാം തീരുമാനിക്കും, അല്ല നിങ്ങളുടെ ഭരണഘടനയും കോടതിയും ഒന്നും അല്ല തീരുമാനിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുമായി അടുത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഇത്തരം ഒരു സന്ദേശം കൊടുക്കുന്നത്? അങ്ങനെയല്ല. അവരുടെ ഇസ്ലാമിൽ ഈ മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ ഈ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. പൊതുപ്രവർത്തകരാണല്ലോ. അപ്പോൾ അത് ഉണ്ടായിട്ട് ഈ നമ്മളുടെ മതനിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന ഒരവസ്ഥ വരരുത്. ബി കെയർഫുൾ. നമ്മൾ പൊതുപ്രവർത്തകരാണ്, പക്ഷേ എന്ന് വെച്ച് സ്ത്രീകൾ പൊതുരംഗത്ത് വന്ന് തുള്ളുക, ചാടുക, മുദ്രാവാക്യം വിളിക്കുക, സിന്ദാബാദ് വിളിക്കുക ഒന്നും വേണ്ട. നിങ്ങൾക്ക് വോട്ട് ചെയ്തു, ശരി, കഴിഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ റോഡ് ഷോയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല. റോഡ് ഷോ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ തലയിലൂടെ ഇങ്ങനെ മുണ്ടിട്ട് നോക്കുമല്ലോ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ്. നിങ്ങൾ മതത്തിൻ്റെ നിയമങ്ങളുടെ ചട്ടക്കൂടിൻ്റെ അകത്താണ്, അതിന് പുറത്തേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് പറയുന്നത് വോട്ട് ചെയ്യാൻ മാത്രമാണ്. അങ്ങനെയാണോ ഒരു നിർദ്ദേശം? അതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന നിർദ്ദേശം സംബന്ധിച്ച് ഇനി കൂടുതൽ വിവാദങ്ങൾ വരുമെന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഷാഫി പറമ്പിൽ ഇതുപോലെ ഒരു വിവാദവും വരാൻ പോകുന്നില്ല. ഒരു വിവാദവും വരാൻ പോകുന്നില്ല. ഐ എം ടെല്ലിങ് യു, ഒരൊറ്റ വിവാദം വരാൻ പോകുന്നില്ല. ആർക്കൊണ്ട് ധൈര്യം ഇതിനെതിരെ സംസാരിക്കാൻ? ഒരു വിവാദവും ഉണ്ടാവില്ല. ഈ CPM ഇത്രയും തവണ തോറ്റതുകൊണ്ട് ഇനി CPM ഈ മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിക്കൂടാന്നുണ്ട്? ഇല്ല. അവരൊരിക്കലും ഇറങ്ങിയതാണ് 86, 85, 86, 87 അന്നിറങ്ങി കൈപൊള്ളിയതാണ്. അതിനുശേഷം അവർ ആ നിലപാട് തന്നെ മാറ്റിക്കളഞ്ഞു. ഇന്നിപ്പോൾ അത് ഓർമ്മിപ്പിച്ചാൽ തന്നെ അവർക്ക് ദേഷ്യം വരും. ഇറങ്ങില്ല. അപ്പോൾ എന്തായാലും ഈ ഷാഫി പറമ്പിൽ ഇതിനോട് ഈ വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമായിരിക്കും. അങ്ങനെ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം. പ്രതികരിക്കില്ല, കരിക്കില്ല മനുഷ്യൻ. അങ്ങനെ ഡൽഹിക്ക് പോകും. ജയിച്ചല്ല, ഇപ്പോൾ ഡൽഹിക്ക് പോകും. അല്ല, മാധ്യമങ്ങളെങ്കിലും ചോദിക്കില്ലേ ഇങ്ങനെ ഒരു സന്ദേശം വന്ന്? നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുകയില്ല. ഏത് മാധ്യമത്തിനുണ്ട് നട്ടില്ല ഇത് ചോദിക്കാൻ? ചോദിക്കില്ല. നോ, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ടെറർ ഓഫ് ഇസ്ലാം. മാധ്യമങ്ങൾക്ക് അത് നന്നായിട്ടറിയാം, രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ടറിയാം. ആരും ചോദിക്കാനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിനുള്ള ടെറർ അതുപോലെ തന്നെ നിലനിൽക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം നമുക്കിപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.